ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഡെയിലി ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനൽ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പുക്കുട്ടൻ സ്കൂളിൽ പോയി. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും അതോടുകൂടി എൻ്റെ വീട്ടിലെ പണികളെല്ലാം ഒതുങ്ങിയെന്ന്. നോ, നെവർ. ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ഇനി റൂമിലേക്ക് ചെന്നാലാണെങ്കിലോ നിലത്തും കട്ടിലേലും മുഴുവനും ജീരകമിഠായിൻ്റെ അഭിഷേകമാണ്. ഇതൊക്കെ രാവിലെ എണീച്ച് കഴിഞ്ഞാലുള്ള എൻ്റെ അച്ചുക്കുട്ടൻ്റെ കലാവിരുതുകളാണ്. പക്ഷേ ഇതൊക്കെ അവൻ എപ്പോൾ ഒപ്പിക്കുന്നോ എന്തോ. ഇനി മെയിൻ ഐറ്റം ഇരിക്കുന്നത് അടുക്കളയിലാണ് സുഹൃത്തുക്കളെ, അടുക്കളയിലാണ് കണ്ടോ. ഈ നിരന്ന് കിടക്കുന്നതായ പാത്രങ്ങൾ മുഴുവനും കഴുകാനാണ്. രാവിലെ അപ്പുക്കുട്ടനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാലുള്ള എൻ്റെ വീടിൻ്റെ അവസ്ഥയാണിത്. ഇന്ന് മാത്രമല്ല, എന്നത്തെ അവസ്ഥയാണിത്. ഈ പപ്പായും കുമ്പളങ്ങയും താഴെ വീട്ടിലെ ടീച്ചർ എനിക്ക് രാവിലെ തന്നതാണേ. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് പണികളുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് അച്ചുക്കുട്ടന് ഫുഡ് കൊടുക്കലാണ്. അച്ചുക്കുട്ടന് ഫുഡ് കൊടുക്കാൻ ഒരുപാട് സമയം വേണം, ക്ഷമയും വേണം. അങ്ങനെ അച്ചുക്കുട്ടന് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ നേരെ ഇങ്ങ് അടുക്കളയിലേക്ക് പോന്നു. വന്ന വഴി തന്നെ താഴെ വീട്ടിലെ ടീച്ചർ തന്ന പപ്പായയും കുമ്പളങ്ങയൊക്കെ ഒരു കവറിലാക്കി ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ചു. ഇത് രാവിലെ ഭൂരി ഉണ്ടാക്കിയ എണ്ണയാണ്. അതൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി മൂടി വെച്ചു. പിന്നെ ഒരു ലോഡ് പാത്രം ഉണ്ടല്ലോ കഴുകാൻ, അതെല്ലാം കഴുകി പെറുക്കി ഒതുക്കി വെച്ചു. അച്ചുക്കുട്ടൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടേ. പോരാത്തതിന് അവനിഷ്ടപ്പെട്ട കാർട്ടൂൺ ഞാൻ ടി വിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർട്ടൂണും കണ്ട് കളിച്ച് അവൻ കുറച്ച് നേരം അവിടെ ഇരുന്നതുകൊണ്ട് അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം എനിക്ക് തീർക്കാനായിട്ട് പറ്റി. കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ ഇത്. കിച്ചണൊക്കെ ക്ലീനാക്കി. എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ അടുക്കള കാണാൻ? അടിപൊളിയല്ലേ? ഓ, കിച്ചൺ ഇങ്ങനെ വൃത്തിയായി കിടക്കുന്ന കാണുമ്പം എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ കുറച്ച് അലക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വാഷിംഗ് മെഷീനകത്തോട്ടിട്ട് വാഷിംഗ് മെഷീൻ അങ്ങ് ഓണാക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ അച്ചുക്കുട്ടനായിട്ട് കളിച്ചു. പൂപ്പുലിക്ക് വാങ്ങിയൊരു പമ്പരാണത്. വീട് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഞാനൊരു സ്ഥലത്ത് വെച്ചതായിരുന്നേ. അപ്പം ഫോണിൻ്റെ ക്യാമറേൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവൻ കാണിക്കുന്ന കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താണ്? ഹായ് പറ, ഹായ് പറ. അവിടെ നോക്കി പറ. പിന്നെ ഞാൻ വേഗം ടേബിളിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് നേരെയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അത് വീഡിയോ എടുക്കാനായിട്ട് ഫോണ് ഒരു സൈഡിൽ വെച്ചപ്പം ദേ വീണ്ടും വരുന്നു ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് വരുത്താൻ. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല. ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ച് പുതപ്പൊക്കെ മടക്കി വെച്ചു. ഒരുത്തന്നെ കിടക്ക വിരിച്ചിടുന്ന കണ്ട അതിൻ്റെ മേലെ കയറിയിട്ടൊരു പ്രത്യേക കളിയാന്നേരം കാണിച്ചു തരാം കേട്ടോ. ഇതെന്തിനാ കുഞ്ഞു അമ്മ കിടക്ക വിരിച്ചിട്ടേ? കുഞ്ഞുവേ അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വിശക്കാൻ പാടില്ല, ഉറക്കം വരാൻ പാടില്ല. ഇത് രണ്ടും ഇല്ലാണ്ടിരുന്ന് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് കളിച്ചോളും. വലിയ കരച്ചിലും ബഹളവും ഒന്നുമില്ല. പിന്നെ അധികവും വെള്ളത്തിൽ കളിയാണ്. പൈപ്പ് തുറക്കും, വെള്ളത്തിൽ കളിക്കും. ചീത്ത പറയുമ്പോൾ കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കും, വീണ്ടും വെള്ളത്തിൽ കളി തന്നെയായിരിക്കും എൻ്റെ കണ്ണ് തെറ്റിയ. അല്ലേടാ കുഞ്ഞു? കിടക്ക ഞാൻ വിരിച്ചിരുന്നത് വെറുതെയാണ് കേട്ടോ. നല്ല കളിയാണ്. പിന്നെ ഞാൻ പരിക്കകം മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി. ശേഷം നേരെ അച്ചുക്കുട്ടന് കുറുക്കുണ്ടാക്കാനായിട്ട് പോയി. അന്വേഷണം തുടങ്ങിയായിരുന്നേ. അപ്പം വേഗം കുറുക്കുണ്ടാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വേഗം ഇറക്കി വെച്ചു. കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പം കുറുക്കുണ്ടാക്കി തണുക്കാൻ വെച്ച് ഞാൻ നേരെ തുണി മടക്കി വെക്കാനായിട്ട് വന്നു. തുണി മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചുക്കുട്ടന് കൊടുക്കാനുള്ള കുറുക്ക് ചൂടാറും. പക്ഷേ എന്ത് ചെയ്താലും തുണി മടക്കി വെക്കാൻ സമ്മതിക്കില്ല. അവൻ ആ ബലൂണും വെച്ച് എൻ്റെ തലയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറ. ടാറ്റാ. ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറ. ഞാൻ വീണു എന്ന് പറ. വീണു. എങ്ങനെയാ വീണേ? പൊക്കത്ത് കയറിയിട്ട് വീണൂല്ലേ? അച്ചുക്കുട്ടനെ കുറുക്ക് കൊടുത്തിന്. ഞങ്ങൾ ഉറങ്ങാൻ പോവാ അല്ലേ അച്ചുട്ടി? ഞങ്ങൾ ഉറങ്ങാൻ പോവാ അല്ലേ? ബായ് പറ, സി യു പറ, ബായ് പറ. അവനൊന്ന് വീണു. അപ്പോൾ അവൻ്റെ ഇല്ലടാ ഒന്ന് വീണു. ഞങ്ങൾ കുറുക്ക് കുടിച്ചു, സുന്ദരനായി. ഞങ്ങളിനി ഉറങ്ങാൻ പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.